അസ്സലാമു അലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലമായി കൊതുകുകളുടെ ശല്യം കൂടും. നമുക്ക് അവരിൽ നിന്നും രക്ഷ നേടാനും അതുപോലെ അവരുടെ കുത്ത് കിട്ടാതിരിക്കാനുള്ള ചെറിയ ചെറിയ കുറച്ച് ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. തുടർന്നും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. സ്കിപ്പ് ചെയ്ത് കാണുക, സപ്പോർട്ട് ചെയ്യുക. മഴയും കൊതുകും ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ മഴ ഉണ്ടെങ്കിൽ കൊതുക് തുരുതുരാന്ന് കൂടും. അതുപോലെ കുറച്ച് കാടൊക്കെ ഉണ്ടെങ്കിലും കൊതുക് ശല്യം കൂടും അല്ലേ. അപ്പോൾ നമുക്ക് ഇവയിൽ നിന്നും രക്ഷ നേടാൻ ഒന്നാമത്തെ വിദ്യ, കുറച്ച് കർപ്പൂരം, നല്ല ക്വാളിറ്റിയുള്ള കർപ്പൂരം തന്നെ എടുക്കുക. നമുക്കതൊന്ന് കത്തിക്കണം. 4-5 കർപ്പൂര കഷ്ണം ആയിക്കോട്ടെ. നല്ലോണം കത്താൻ പറ്റുന്ന ഏതെങ്കിലും, നിങ്ങൾക്ക് ദീപം കത്തിക്കുന്ന വിളക്കുണ്ടെങ്കിൽ വിളക്കിൽ വെച്ചിട്ട് കത്തിക്കാം. എനിക്കതില്ല, അപ്പോൾ ഞാനിത് ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കത്തിക്കുന്നത്. അത് നമ്മൾ തുണികളുള്ളിടത്തൊന്നും വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കത്തിപ്പോവാൻ സാധ്യതയുണ്ടല്ലോ. നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം അത് കത്തി തീരുന്നത് വരെ. റൂമിൻ്റെ നടുക്ക് തന്നെ വെക്കുന്നതായിരിക്കും ഉത്തമം. അതിൻ്റെ പുക റൂമും മുഴുക്കനും വരും. കൊതുക് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പോഴേ പമ്പ കിടക്കുന്നതാണ്. ഒരു 10-15 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മതി നമുക്ക് ജനലും വാതിലൊക്കെ അടയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടിപ്പോ, നമുക്ക് യൂസ് ചെയ്ത്, അതായത് നമ്മൾ കാപ്പി ഉണ്ടാക്കാൻ ഉപയോഗിച്ച ചണ്ടി ഒന്ന് ഉണക്കിയിട്ട് അതെടുക്കാൻ, അല്ലെങ്കിൽ ഫ്രഷ് ആയിക്കോട്ടെ, ആ കാപ്പിപ്പൊടി ഒന്ന് നന്നായിട്ടൊന്ന് കത്തിക്കുക. അതും മുമ്പ് പറഞ്ഞ പോലെ തന്നെ റൂമിൻ്റെ നടുക്ക് അതിൻ്റെ പുക വന്നിട്ട് കൊതുകുകൾ എവിടെയെങ്കിലും കർട്ടൻ്റെ പുറകിലോ ജനലിൻ്റെ ഇടുക്കിലോ എവിടെയെങ്കിലും, ചിലപ്പോൾ കട്ടിലിൻ്റെ അടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അവർ ഈ മണം കൊണ്ട് ഓടിക്കളയണം. നമുക്ക് കട്ടിലിൻ്റെ അടിയിലൊക്കെ ഈ പുകയുള്ള പാത്രം കൊണ്ടേ വെച്ചിട്ട് അവരെ ഒന്ന് ഓടിച്ച് വിടാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ജനൽ, അതായത് ജനലും ഡോറും ഒക്കെ അടയ്ക്കണം. പിന്നെ അവർ അകത്തേക്ക് വരാൻ പാടില്ല. കണ്ടില്ല, നല്ല പുകയായിരിക്കും. അവർക്ക് ഇഷ്ടമല്ല ഇതിൻ്റെ മണമൊന്നും. മൂന്നാമത്തെ വിദ്യയാണ് തുളസി, അല്ലെങ്കിൽ പുൽത്തൈല ചെടി ഉണ്ടെങ്കിൽ തുളസി പുൽത്തൈലമൊക്കെ നമ്മുടെ ജനലിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചെട്ടിച്ചെടിയില്ലേ അതാണെങ്കിൽ, മാരിഗോൾഡ് ആണെങ്കിലും നമുക്ക് വളർത്തിയെടുത്താൽ അതിൻ്റെ പൂവും കിട്ടും. അതുപോലെ ഈ കൊതുകുകളെയും മറ്റു പ്രാണികളെയൊക്കെ അകറ്റുകയും ചെയ്യാം. അടുത്ത ഐഡിയ എന്താണെന്നറിയോ? ചെറുനാരങ്ങ ഈ കൊതുകിനൊന്നും അത്ര ഇഷ്ടമില്ല. ചെറുനാരങ്ങയുടെ മണവും ഓറഞ്ചിൻ്റെ മണമൊന്നും ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പം നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് മുറിച്ചിട്ട് ജനൽ ആ ഭാഗത്തു നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ കൊതുക് വരുന്നത്. അല്ലെങ്കിൽ ഇത് നമ്മൾ ഞെക്കി പിഴിഞ്ഞ് ജ്യൂസൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി തൊണ്ടുണ്ടാവുമല്ലോ, ഉണങ്ങാതെയോ അല്ലെങ്കിൽ ഉണങ്ങിയത്, അത് എല്ലാവരുടെ വീട്ടിലും കിട്ടുന്നതാണ് അല്ലേ. അത് ഒന്നുകിൽ നമ്മൾ മുറിച്ചത് ഇങ്ങനെ കിഴി കെട്ടിയിട്ട് തൂക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്മൾ പഴയ ഏതെങ്കിലും തുണി ഉണ്ടെങ്കിൽ അതിലോട്ട് ഞെക്കി പിഴിഞ്ഞ തൊണ്ടുകളുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കെട്ടിയിട്ട് അത് വെച്ചാലും മതി. നമുക്കിവിടെ ബാത്റൂം സൈഡിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് കൊതുക് വരാറുണ്ട്. അപ്പോൾ ഞാൻ ആ ബാത്റൂമിൻ്റെ വിൻഡോസിൽ ഇത് കൊണ്ടുപോയി വെക്കലാണ്. അതുപോലെ നമ്മുടെ റൂമിൻ്റെ വിൻഡോൻ്റെ സൈഡിലും വെക്കാം, അല്ലെങ്കിൽ തൂക്കിയിടാം. ഇങ്ങനെ ഡോറിൻ്റെ പുറകിലും വെക്കാം കേട്ടോ. അപ്പോൾ ബാത്റൂം സൈഡ് ആയതുകൊണ്ട് ഞാൻ ബാത്റൂമിൻ്റെ വിൻഡോസിൽ വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അതിൻ്റെ മണം അടിച്ചിട്ട് അവരകത്തേക്ക് വരാൻ പാടില്ല. അഞ്ചാമത്തത് പുൽത്തൈലത്തിൻ്റെ വിദ്യയാണ് കേട്ടോ. പുൽത്തൈലം കുറച്ച് നമ്മൾ തുടയ്ക്കാനെടുക്കുക. എവിടെ തുടക്കുകയാണെങ്കിൽ വീട്ടിൽ ഏത് ഐറ്റംസ് ആയിക്കോട്ടെ, തറ, പിന്നെ ഫർണിച്ചർ, എന്തും ആയിക്കോട്ടെ, ഒക്കെ തുടയ്ക്കാൻ എടുക്കുന്ന വെള്ളത്തിലേക്ക് ഇത് അല്പം ഒഴിച്ചതിന് ശേഷം ആ തുണി വെച്ചിട്ട് ആ ലായനി വേണം നമുക്ക് എല്ലായിടത്തും തുടയ്ക്കാൻ. ആ മണം തീരെ ഇഷ്ടമല്ല. പുൽത്തൈലത്തിൻ്റെ മണം കൊതുകുകളെ അകറ്റി നിർത്തും. കൊതുകുകളെ മാത്രമല്ല ഉറുമ്പുകളെയും അകറ്റുന്ന ഒന്നാണ് ഈ പുൽത്തൈലത്തിൻ്റെ മണം. അതുപോലെ നമ്മുടെ വീട് നല്ല ഒരു മണത്തോടു കൂടിയുള്ള നല്ല ഫ്രഷ് വീടായിട്ട് മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും. തറ തുടക്കുമ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. മറ്റ് ഫിനോയിൽ പോലെ തന്നെ ഇത് വർക്കാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. പിന്നെ ഈ കൊതുകിൻ്റെ ശല്യം നമുക്ക് ഡയറക്റ്റ് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടും അകറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ, പുൽത്തൈലം ആയിക്കോട്ടെ, തുളസിയുടെ ഓയിൽ കിട്ടാണ്ട്, അല്ലെങ്കിൽ നല്ല നല്ല മണങ്ങളൊന്നും ചിലപ്പോൾ കൊതുകിന് ഇഷ്ടമല്ല കേട്ടോ. പ്രത്യേകിച്ചും പുൽത്തൈലം തന്നെ. ഞാനും പുൽത്തൈലമാണ് യൂസ് ചെയ്യുന്ന. മക്കൾക്കൊക്കെ നമുക്ക് ബോഡിയിൽ ചിലപ്പോൾ അവർ നമ്മൾ പറയുന്നത് കേൾക്കാതെ പുറത്തേക്കൊക്കെ ഓടുമ്പോഴൊക്കെ അവർക്ക് കൊതുകടി ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷർട്ട് ഇല്ലാത്ത ഭാഗത്തൊക്കെ ഇതൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു കൊതുകിനെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും.
പിന്നെ ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാം അല്ലേ, നാരങ്ങ മുറിച്ചിട്ട് അതിൽ നമുക്ക് ഗ്രാമ്പുകൾ കുത്തി വെച്ച് കൊടുത്താലും കൊതുക് പോലത്തെ ക്ഷുദ്രജീവികളൊന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരില്ല. പിന്നെ ഏറ്റവും പ്രധാനമുള്ളത് കൊതുക് വളരുന്നത് എവിടെയാണ്? വെള്ളത്തിലാണ്. അപ്പം ഇതിൻ്റെ ലാർവകൾ വളരാൻ സാധ്യതയുള്ള കെട്ടി നിൽക്കുന്ന വെള്ളം എവിടെയാണെങ്കിലും അത് നമ്മൾ എപ്പോഴും ഒഴിച്ചു വിട്ട് ക്ലീനായിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കാൻ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ടച്ച് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി എനാബിൾ ചെയ്താൽ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, bye. Thank you for watching my video.